ഹലോ ഗൈസ്, നമ്മുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മാർക്കറ്റ് ഇന്നൊരു ഗ്യാപ് ഡൗണിലാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ മാർക്കറ്റ് നമ്മുടെ ലൈൻസിനെ കറക്റ്റായിട്ട് റെസ്പെക്റ്റ് ചെയ്തു. 24,650 സസ്റ്റെയിൻ ചെയ്യില്ലെങ്കിൽ 24,500 എത്തുമെന്നും അതും സസ്റ്റെയിൻ ചെയ്തില്ലെങ്കിൽ 24,400 എത്തുമെന്നും വളരെ കൃത്യമായി നമ്മൾ ഇന്നലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ ലൈൻസ് എല്ലാം ഇന്നലെ ഉണ്ടായിരുന്ന ലൈൻസ് തന്നെയാണ്. അത് അതേപോലെ റെസ്പെക്ട് ചെയ്ത് നോക്കി. 24,650 സസ്റ്റെയിൻ ചെയ്തില്ല. മാർക്കറ്റ് 24,500 24,500 സസ്റ്റെയിൻ ചെയ്യാനപ്പോൾ 24,400 തൊട്ടടുത്ത് 24,418 വരെ എത്തി മാർക്കറ്റ്. പക്ഷെ നമുക്ക് ഇന്ന് ഇവിടെ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരേ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി മാത്രമേ ഉള്ളായിരുന്നു. കാരണം ഇവിടെ ഇങ്ങനെ മാർക്കറ്റ് ഓസിലേറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നു. ഒരുപാട് നേരം അവിടെ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് നിന്നു. സോ നമ്മളാണെങ്കിൽ അവിടെ 24,600 ഇവിടെ ഒരു ലൈൻ നമുക്ക് ഇന്നലെയല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അത് നമ്മുടെ മാർച്ച് 2 ഒരു ലോ അടയാളപ്പെടുത്തിയതായിരുന്നു. അത് നമ്മൾ ഒരു ഡോട്ടർ ലൈനായിട്ട് 24,600 കൊടുത്തിട്ടുണ്ടായിരുന്നു. പലതവണ മാർക്കറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലായി അവിടെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ലൈനിനെ ഇന്നും മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തു. സോ നമ്മൾ 24,650 ഫാൾ ആയെങ്കിലും 24,600 അവിടെ കിടന്ന് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. സോ നമ്മൾ 24,600 ഫാൾ ആവുന്നതുകൊണ്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു. 24,600 ഇവിടെ നല്ലൊരു ക്യാൻഡിലോട് കൂടി, ഒരു റെഡ് ക്യാൻഡിലിനോട് കൂടി ഫാളായി. അടുത്ത നമുക്കൊരു കൺഫർമേഷനായിട്ട് അടുത്ത ക്യാൻഡിൽ നമ്മൾ നോക്കിയതാണ് നല്ല റെഡ് ഇൻവെർട്ടഡ് ഹാമർ ആയിരുന്നു. സോ നമ്മൾ ഇവിടുന്ന് ഒരു ട്രേഡ് എൻട്രി എടുത്തു. സ്റ്റോപ്പ് ലോസ് 24,600 മുകളിലായിട്ട് 24,623 അവിടെയായിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു. നമുക്കത് 24,500 വരെയാണ് നമ്മൾ ആദ്യം അതിൻ്റെ ടാർഗറ്റായിട്ട് കണ്ടത്. 24,500 ഫാളായപ്പം 24,450 അടുത്ത നമ്മുടെ താഴത്തെ ലൈൻ ഉണ്ടായിരുന്നു. സോ നമ്മൾ ആ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തുകൊണ്ടേ ഇരുന്നു. സോ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് 100 പോയിൻറ്റിനടുത്ത് ഒരു പ്രോഫിറ്റ് ഒരു ലോട്ടിന് കിട്ടുന്ന രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു. നല്ലൊരു പ്രീമിയം അപ്രീസിയേഷന് നമുക്കിവിടെ കിട്ടുന്നുണ്ടായിരുന്നു. ഏകദേശം 600 412 പോയിൻ്റ് ആയപ്പോഴത്തേന് 412 വരെ ആയപ്പോഴത്തേന് ഏകദേശം 150 പോയിൻ്റോളം നമുക്കിവിടെ ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞു. പ്രീമിയത്തിൽ ഏകദേശം 100 പോയിൻറ്റിൻ്റെ അപ്രീസിയേഷൻ നമുക്ക് കിട്ടി. ഇനി അടുത്ത ദിവസത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ യുദ്ധ സാഹചര്യത്തിനൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഒന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. എങ്കിലും എന്തെങ്കിലും പോസിറ്റീവ് ന്യൂസുകൾ ഈ 2 ദിവസങ്ങളിലായിട്ട് വന്ന നല്ല ഗ്യാപ്പ് അപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയും ഉണ്ട്. സോ ന്യൂസിനനുസരിച്ചായിരിക്കും മാർക്കറ്റ് പോകുന്നത്. എന്നാലും നമ്മൾ നമ്മുടെ ലെവലുകൾ ഒന്ന് പറയാം. ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത് 24,450 അടുത്തായിട്ടാണ് ക്ലോസ് ചെയ്തത്. സോ 24,450 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 27,450 സസ്റ്റെയിൻ ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 24,500 നമ്മുടെ കൺഫർമേഷൻ. 24,500 നന്നായിട്ട് സസ്റ്റെയിൻ ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു അപ്വേർഡ് നമുക്ക് കിട്ടും. ഏകദേശം 24,600 അത് കഴിഞ്ഞ് പോവുകയാണെങ്കിൽ 24,650 വരെയും നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. 24,650 സസ്റ്റെയിൻ ചെയ്ത് 15 മിനിറ്റ് ക്യാൻഡിൽ 24,650 മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 24,819 വരെ നമുക്ക് ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. ഇനി മാർക്കറ്റ് താഴേക്ക് നോക്കുകയാണെങ്കിൽ 24,450 ക്ലോസ് ചെയ്തേക്കുന്നത്. നമ്മുടെ അടുത്ത റെസിസ്റ്റൻ്റ് 24,400 അത് കഴിഞ്ഞുള്ള അടുത്ത റെസിസ്റ്റൻ്റ് 24,349. മെയിൻ റെസിസ്റ്റൻ്റ് 24,300. 24,300 ഫോൾ ആയാൽ 24,000 ഫോൾ ആയാൽ 23,800. ഈ 24,450 അല്ലെങ്കിൽ 24,500 സസ്റ്റെയിൻ ചെയ്യാതെ ഫാൾ ആവുകയാണെങ്കിൽ നമുക്ക് 24,300 വരെ എത്താനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു.